അഞ്ചേരി ബേബി വധക്കേസിൽ എം എം മണിയുടെ വിടുതൽ ഹർജി തള്ളി. സിപിഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ ജയചന്ദ്രനെയും CITU നേതാവ് AK ദാമോദരൻ എന്നിവരെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി. പാമ്പുപാറ കുട്ടൻ, മദനൻ എന്നിവരാണ് കേസിലെ മറ്റ് പ്രതികൾ. വിശദാംശങ്ങളുമായി ലെസ്ലി ചേരുന്നു. ലെസ്ലി, കോടതിയിൽ നിന്നുള്ള പൂർണ്ണ വിധി ഹർജി സംബന്ധിച്ചും ഒപ്പം KK ജയചന്ദ്രനെ കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയ സാഹചര്യത്തിൽ പൂർണ്ണ വിശദാംശങ്ങൾ വരുന്നുണ്ടോ? പ്രജേഷ്, അഞ്ചേരി ബേബി വധക്കേസിൽ വൈദ്യുതി മന്ത്രി എം എം മണി സമർപ്പിച്ച വിടുതൽ ഹർജിയാണ് ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത്. മണിക്കൊപ്പം ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് പ്രോസിക്യൂഷൻ ആരോപിച്ച CPIM ജില്ലാ സെക്രട്ടറി KK ജയേന്ദ്രൻ, CITU മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന AK ദാമോദരൻ എന്നിവരെ കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി VG ശ്രീദേവിയാണ് നിർണായകമായ വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. KK ജയേന്ദ്രൻ, AK ദാമോദരൻ എന്നിവർ യഥാക്രമം 5ഉം 6ഉം പ്രതികളായിട്ടാണ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത മാസം 24-ന് കേസ് കോടതി പരിഗണിക്കുന്ന ഘട്ടത്തിൽ എല്ലാ പ്രതികളും കോടതിയിൽ ഹാജരാകണമെന്ന നിർദ്ദേശവും കോടതി നൽകിയിട്ടുണ്ട്. 1982-ലാണ് അഞ്ചേരി ബേബി കൊല്ലപ്പെടുകയും അന്ന് 9 പേർക്കെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് 1988-ൽ സെഷൻസ് കോടതി പ്രതികളെ വെറുതെ വിട്ടും ഉത്തരവാകുകയും ചെയ്തിരുന്നു. ഇത് ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്ത കേസാണ്. എന്നാൽ 2012-ൽ മണക്കാട് നടന്ന എം എം മണിയുടെ വിവാദ പ്രസംഗത്തെ തുടർന്നാണ് ഇപ്പോൾ രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്ത് വീണ്ടും പുനരന്വേഷണം നടത്തി പോലീസ് കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത്. ആദ്യ കേസിൽ പ്രതിയായിരുന്നവരെ കോടതി വെറുതെ വിട്ട സാഹചര്യത്തിൽ ഇപ്പോൾ രണ്ടാമത്തെ കേസ് നിലനിൽക്കില്ല എന്നുള്ളതായിരുന്നു പ്രതിഭാഗത്തിന്റെ പ്രധാന വാദം. ഒപ്പം തന്നെ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നുള്ള വാദവും നിലനിൽക്കില്ല എന്നാണ് പ്രതിഭാഗം വാദിച്ചത്. എന്നാൽ രണ്ട് സമാനമായ കേസുകളല്ല, രണ്ട് കേസുകളാണെന്നുള്ള പ്രധാന വാദമാണ് കോടതിക്ക് മുൻപാകെ പ്രോസിക്യൂഷൻ മുമ്പോട്ട് വെച്ചത്. 1982-ൽ അഞ്ചേരി ബേബി കൊല്ലപ്പെടുമ്പോൾ അന്ന് കേസിലുണ്ടായിരുന്ന പ്രതികളുടെ എണ്ണം 9 പേരായിരുന്നു. ആ പേരുകളിൽ എം എം മണിയുടെ പേരുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കേസ് നിലനിൽക്കും എന്നുള്ള വാദമായിരുന്നു പ്രോസിക്യൂഷൻ കോടതിക്ക് മുന്നിൽ പ്രധാനമായും മുൻപോട്ട് വെച്ചത്. ഈ ഗൂഢാലോചന വ്യക്തമാക്കുന്ന സ്വയം വെളിപ്പെടുത്തലായിരുന്നു 2012-ൽ എം എം മണി നടത്തിയ വിവാദ പ്രസംഗത്തിൽ അദ്ദേഹം സ്വയം സാക്ഷ്യപ്പെടുത്തുകയാണ് ചെയ്തത്. അതുകൊണ്ട് ആണ് ഇത്തരത്തിൽ ഒരു കേസും കുറ്റപത്രവും കോടതിക്ക് മുൻപാകെ വരാനുണ്ടായ സാഹചര്യമെന്ന് പ്രോസിക്യൂഷൻ മുമ്പോട്ട് വെച്ചു. ഈ വാദം കോടതി അംഗീകരിക്കുകയാണ് ചെയ്തത്. മണക്കാട് പ്രസംഗത്തെ തുടർന്ന് നടത്തിയ പുനരന്വേഷണത്തിൽ അങ്ങനെ എം എം മണിയെ രണ്ടാം പ്രതി ആക്കിക്കൊണ്ടുള്ള നിർണായകമായ ഉത്തരവാണ് ഇപ്പോൾ കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും 5ഉം 6ഉം പ്രതികളായി CPIM-ന്റെ ജില്ലാ സെക്രട്ടറി കൂടിയായ KK ജയേന്ദ്രനും ഒപ്പം തന്നെ CITU-ന്റെ മുൻ ജില്ലാ സെക്രട്ടറി AK ദാമോദരനെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നിർണായകമായ വിധിയാണ് ഇപ്പോൾ തൊടുപുഴ അഡീഷണൽ സെഷൻസ് ജഡ്ജി VG ശ്രീദേവിയുടെ നിർണായക വിധി പുറത്തു വന്നിരിക്കുന്നത്. പ്രജീഷ്, ലെസ്ലി, ജില്ലാ സെക്രട്ടറിയെ കൂടി പ്രതിപട്ടികയിലേക്ക് ഉൾപ്പെടുത്താനുള്ള കോടതിയുടെ നിലപാട് വന്നതോടെ പാർട്ടിക്കുള്ളിൽ ഒരു ആശങ്കയുണ്ടോ, അതോ ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായും നിയമപരമായും തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമാണോ ഉള്ളത്? പ്രജീഷ്, നമുക്കറിയാം കേരളത്തിൽ CPM-ന്റെ സംഘടനാ രീതി നമുക്കറിയാം. ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങളോ കേസുകളോ വന്നാൽ അതിൽ പെട്ട് ഉഴലുന്ന രീതി CPIM-ന് ഇല്ല എന്നുള്ളത് രാഷ്ട്രീയ കേരളം മുൻപും മനസ്സിലാക്കിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ മണിയെ പ്രതിപട്ടികയിൽ ചേർത്തിരിക്കുകയോ ജില്ലാ സെക്രട്ടറി KK ജയേന്ദ്രനെ പ്രതിപട്ടികയിൽ ചേർക്കുന്നത് CPM-ന്റെ സംഘടനാ പ്രവർത്തനങ്ങൾ പ്രതിരോധിക്കാൻ ശേഷിയുള്ള കാര്യമാണെന്ന് രാഷ്ട്രീയ വിദഗ്ധർ പോലും കരുതുന്നില്ല. എന്തായാലും നിലവിൽ വൈദ്യുതി മന്ത്രിയായിരിക്കുന്ന എം എം മണിയെ അല്പം പ്രതിരോധത്തിലാക്കാൻ ഈ ഉത്തരവിന് കഴിയുമെന്നുള്ളത് വസ്തുത തന്നെയാണ്. എന്തായാലും KK ജയേന്ദ്രനെ പ്രതിപട്ടികയിൽ ചേർത്തതിന് പ്രധാന കാരണമായി ഈ പോലീസ് പറയുന്നത് ആദ്യ കേസിൽ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1982-ൽ അഞ്ചേരി ബേബി വധക്കേസിലെ 9 പ്രതികളിൽ ഒരാളായ അന്നത്തെ CPM ഉടുമ്പൻചോല ലോക്കൽ സെക്രട്ടറി PN മോഹന്റെ മൊഴി തെളിവായി എടുത്തുകൊണ്ടാണ് KK ജയേന്ദ്രനെയും മുൻ CITU ജില്ലാ സെക്രട്ടറി കൂടിയായ AK ദാമോദരനെയും പ്രതിപട്ടികയിൽ ചേർത്തിരിക്കുന്നത്. എന്തായാലും കോടതി വിധി പുറത്തു വന്നതോടുകൂടി ഈ 3 പേരും പ്രതിപട്ടികയിലേക്ക് എത്തിയിരിക്കുന്നു. മന്മഥൻ, പാമ്പുകുട്ടൻ എന്നിവരാണ് ഇപ്പോൾ ഇതിൽ, പാമ്പുപാറ കുട്ടൻ എന്നിവരാണ് മറ്റു പ്രതികളായുള്ളത്. നിർണായകമായ ഉത്തരവ് പുറത്തു വന്നതോടുകൂടി കോടതി ഇനി വാദം കേൾക്കുക തന്നെ ചെയ്യും. തുറന്ന കോടതിയിലുള്ള വാദത്തിൽ ഇവരുടെ നിരപരാധിത്വം ഇവർക്ക് തെളിയിക്കാൻ കഴിയും. എന്നാൽ
ഈ വിധിക്കെതിരെ അപ്പീൽ പോകാനുള്ള അവസരവും ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ടവർക്ക് ഉണ്ട്. അത്തരം നിയമവശങ്ങളുമായി മുൻപോട്ട് പോകുമെന്ന് CPM വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതീഷ്, ലെസ്ലിയാണ് വിശദാംശങ്ങൾ നൽകിയത്. കേസിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് മന്ത്രി എം മണി പ്രതികരിച്ചു. അതേസമയം കേസിൽ അപ്പീൽ പോകുമെന്നും കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രനും പീപ്പിൾ TVയോട് പറഞ്ഞു. ഇതൊന്നും എനിക്ക് വലിയ പ്രശ്നമൊന്നുമല്ല. ആ കോടതിയല്ലേ ഇനി മോളി കോടതിയില്ലേ, അതുകൊണ്ട് അതിനൊന്നും വലിയ കാര്യമില്ല. നിയമപരമായി എല്ലാ മാർഗങ്ങളും ഇക്കാര്യത്തിൽ നിയമപരമായി നോക്കും. ഇനി മോളി കോടതിയുണ്ട്, ആ കോടതിയെ സമീപിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിലൊന്നും എനിക്കിപ്പോ ജില്ലാ കോടതി എന്തെങ്കിലും അവിടെ വിധിച്ചു എന്ന് പറഞ്ഞാൽ അതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല. അത് ആ കോടതി കണ്ടത് അങ്ങനെ വിധിച്ചു. ഇതിന് മോളി കോടതി ഉണ്ടല്ലോ. കോടതി വിധി എന്ന് പറയുന്നത് അതിന്റെ വിശദാംശം ഞാൻ കണ്ടില്ല. കണ്ടതിന് ശേഷം മാത്രമേ അതിന്റെ വിശദാംശങ്ങൾ പറയാൻ കഴിയുള്ളൂ. എന്തായാലും കോടതിയുടെ വിധിക്ക് അപ്പീൽ കൊടുക്കും. അതിനെതിരായ വിധിയെ ഉപരികോടതിയിൽ ചോദ്യം ചെയ്യും. കോടതിയെ ഞങ്ങൾ സമീപിക്കും. ദേശീയ സംസ്ഥാന പാതയോരത്തെ മദ്യ ഔട്ട്ലെറ്റുകൾ ബിവറേജസ് കോർപ്പറേഷൻ മാറ്റി സ്ഥാപിക്കും. പാതയോരങ്ങളിലെ മദ്യവിൽപ്പനശാലകൾക്ക് സുപ്രീംകോടതി നിരോധനം ഏർപ്പെടുത്തിയ സാഹചര്യത്തിലാണ് നടപടി. വിശദാംശങ്ങളുമായി ലതീഷ് ചേരുന്നു. ലതീഷ്, നടപടികളിലേക്ക് കടന്നുവോ? പ്രതീഷ്, ബീവറേജസ് കോർപ്പറേഷൻ നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞു. 270 മദ്യവിൽപ്പന കേന്ദ്രങ്ങളിൽ 110 എണ്ണം ഇത്തരത്തിൽ മാറ്റേണ്ടതായിട്ട് വരും. ദേശീയ സംസ്ഥാന പാതയോരത്തെ മദ്യശാലകൾ മാർച്ച് 31-നകം മാറ്റി സ്ഥാപിക്കണം, അല്ലെങ്കിൽ നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് ബെവ്കോ ഇപ്പോൾ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. പാലക്കാട് കൊടുവായൂരിൽ പ്രവർത്തിക്കുന്ന ബീവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് എസന്നൂരിലേക്ക് കഴിഞ്ഞ ദിവസം മാറ്റി സ്ഥാപിച്ചു കഴിഞ്ഞു. ഇത്തരത്തിൽ മറ്റ് 109 എണ്ണത്തിനും കൂടി ഇത്തരത്തിൽ സ്ഥലം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ബീവറേജസ് കോർപ്പറേഷൻ ആരംഭിച്ചിട്ടുണ്ട്. കൺസ്യൂമർ ഫെഡിന്റെ ഔട്ട്ലെറ്റുകളും ഇത്തരത്തിൽ തന്നെ മാറ്റി സ്ഥാപിക്കേണ്ടതായിട്ട് വരും. ഈ സാഹചര്യത്തിൽ ഇത്തരം പുറമെ മാറ്റി സ്ഥാപിക്കേണ്ടി വരുന്ന ഘട്ടത്തിൽ പ്രാദേശികമായി വരുന്ന എതിർപ്പുകൾ ഒരു വലിയ പ്രശ്നം തന്നെയാണ് ബീവറേജസ് കോർപ്പറേഷൻ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ഇത്തരം പരമാവധി പ്രശ്നങ്ങളില്ലാത്ത സ്ഥലങ്ങൾ കണ്ടെത്തി ഈ ബീവറേജസ് ഔട്ട്ലെറ്റുകൾ മാറ്റി സ്ഥാപിക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ബീവറേജസ് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. 110 ഔട്ട്ലെറ്റുകൾ ഒരു മാസത്തിനകം തന്നെ മാറ്റി സ്ഥാപിക്കാനുള്ള നടപടികളുമായാണ് ബീവറേജസ് കോർപ്പറേഷൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. മദ്യശാലകൾ മാറ്റി സ്ഥാപിക്കാനുള്ള നടപടികളിലേക്ക് ബെവ്കോ കടന്നിരിക്കുന്നു. നോട്ട് പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ സമരപരിപാടികൾ ചർച്ച ചെയ്യാൻ 27-ന് പ്രതിപക്ഷ പാർട്ടികൾ യോഗം ചേരും. മോദിക്കെതിരായ അഴിമതി ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് പാർലമെന്റിലേക്ക് മാർച്ച് അല്പസമയത്തിനകം നടത്തും. മനുശങ്കർ ചേരുന്നു ദില്ലിയിൽ നിന്നും. മനു, പ്രതിപക്ഷ പാർട്ടികൾ ഏതൊക്കെ പാർട്ടികളായിരിക്കും കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകാൻ ഒത്തുചേരുന്നത്? എപ്പോഴായിരിക്കും പാർലമെന്റ് മാർച്ച് ആരംഭിക്കുക? അല്പസമയങ്ങൾക്കകം തന്നെ പാർലമെന്റ് മാർച്ച് ആരംഭിക്കും. ദില്ലി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും അതോടൊപ്പം ദേശീയ തലത്തിലെ കോൺഗ്രസ് നേതാക്കളും ഈ മാർച്ചിൽ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം തന്നെയാണ് പൊതു സമ്മേളനത്തിനിടെ ഈ കോടികളുടെ കോഴ സഹാർല ബിർള ഗ്രൂപ്പിൽ നിന്ന് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ നരേന്ദ്രമോദി കൈപ്പറ്റിയിരുന്നു എന്ന ആരോപണം ഉയർത്തിയിരുന്നത്. ഇക്കാര്യത്തിൽ ഒരു സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് കോൺഗ്രസ് പാർലമെന്റ് മാർച്ച് നടത്തുകയും ചെയ്യുന്നത്. അതേസമയം ഈ മാസം 30-നകം തന്നെ നോട്ട് പ്രതിസന്ധി തീരും എന്നായിരുന്നു കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം SBI തന്നെ വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വേണ്ടത്ര നോട്ടുകൾ ബാങ്കുകളിൽ എത്തിയിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ പ്രതിസന്ധി ഇനിയും 2 മാസമെങ്കിലും കുറഞ്ഞത് തുടരുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഡിസംബർ 30-ന് ശേഷമുള്ള സമരപരിപാടികൾ ചർച്ച ചെയ്യാനായി ഈ ചൊവ്വാഴ്ച പ്രതിപക്ഷ പാർട്ടികൾ സംയുക്തമായി യോഗം ചേരുന്നുണ്ട്. മമതാ ബാനർജി അതോടൊപ്പം CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അടക്കമുള്ളവരും ഈ യോഗത്തിൽ പങ്കെടുക്കും. ഇതിനുശേഷം ഡിസംബർ 30-ന് ശേഷം സമരപരിപാടികൾ കൂടുതൽ ശക്തമാക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. എന്തായാലും കോൺഗ്രസിന്റെ പാർലമെന്റ് മാർച്ച് അല്പസമയങ്ങൾക്കകം ആരംഭിക്കും. പ്രതീഷ്, മനുവാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഗൾഫ് നാടുകളിൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം ജോലി നഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസ പദ്ധതികൾ പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജോലി നഷ്ടപ്പെടുന്നവർക്ക് ബദൽ ജോലി കണ്ടെത്തുന്നതുവരെ 6 മാസത്തെ ശമ്പളം നൽകുമെന്നും പ്രവാസികൾക്ക് സർക്കാരിന്റെ നേതൃത്വത്തിൽ ജോബ് പോർട്ടൽ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുബായിൽ മലയാളി സമൂഹം ഒരുക്കിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗൾഫ് നാടുകളിൽ തൊഴിൽ നഷ്ടപ്പെടുന്നവർക്ക് ഒട്ടേറെ സഹായങ്ങൾ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ജോലി നഷ്ടപ്പെടുന്നവർക്ക് മറ്റൊരു ജോലി കിട്ടുന്നതുവരെ സാമ്പത്തിക സഹായം നൽകുമെന്നും പറഞ്ഞു. ബദൽ തൊഴിൽ കിട്ടുന്നതുവരെ, തൊഴിൽ നഷ്ടപ്പെട്ട് ബദൽ തൊഴിൽ കിട്ടുന്നതുവരെ
താൽക്കാലിക സഹായം എന്ന നിലയിൽ 6 മാസത്തെ ശമ്പളം തൊഴിൽ നഷ്ട സുരക്ഷ എന്ന നിലക്ക് നൽകാൻ ശ്രമിക്കും. ജോലി കിട്ടും വരേക്കുള്ള അടിയന്തര സാമ്പത്തിക ആവശ്യങ്ങൾ നേരിടാനാണ് ഇത് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതര ആനുകൂല്യങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ ഗൾഫിൽ ജോലി ചെയ്ത ഓരോ വർഷത്തിനും ഓരോ മാസത്തെ ശമ്പളം എന്ന രീതിയിൽ നൽകാനാകുമോ എന്ന് പരിശ്രമിക്കും. ഗൾഫ് നാടുകളിൽ മരണപ്പെടുന്ന നിർധനരുടെ മൃതദേഹങ്ങൾ സർക്കാർ ചെലവിൽ നാട്ടിലെത്തിക്കും. ഉദ്യോഗാർത്ഥികളെ ചൂഷണം ചെയ്യുന്ന റിക്രൂട്ടിംഗ് ഏജൻസികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജയിലുകളിൽ കഴിയുന്ന മലയാളികൾക്ക് നിയമസഹായം നൽകാൻ അഭിഭാഷക പാനൽ രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി സ്വീകരണ യോഗത്തിൽ പറഞ്ഞു. ദുബായ് ആംഫി തിയേറ്ററിൽ നടന്ന സ്വീകരണ യോഗം UAE ഇന്ത്യൻ അംബാസഡർ നവദീപ് സിംഗ് സൂരി ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക, സാമൂഹിക, വാണിജ്യ മേഖലകളിലെ നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. ടി ജമാലുദ്ദീൻ, ദുബായ്. ആവേശകരമായ സ്വീകരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് UAE മലയാളി സമൂഹം നൽകിയത്. ദുബായിലെ ആംഫി തിയേറ്ററിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. മുദ്രാവാക്യം വിളിച്ചാണ് ജനങ്ങൾ പിണറായി വിജയനെ സ്വീകരണ വേദിയിലേക്ക് ആനയിച്ചത്. പ്രവാസി മലയാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആഴത്തിൽ സംസാരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവാസികൾക്കായി നിരവധി ആശ്വാസ പദ്ധതികളും പ്രഖ്യാപിച്ചു. UAE മലയാളി സമൂഹത്തിന്റെ നേതൃത്വത്തിലാണ് ദുബായ് ആംഫി തിയേറ്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് സ്വീകരണമൊരുക്കിയത്. ആംഫി തിയേറ്ററിലേക്ക് പിണറായി വിജയൻ കടന്നു വന്നപ്പോൾ UAE വിവിധ എമിറേറ്റുകളിൽ നിന്നും മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും എത്തിയ ആയിരങ്ങൾ അഭിവാദ്യങ്ങളോടെ എതിരേറ്റു. പ്രവാസി മലയാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആഴത്തിൽ സംസാരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവാസികൾക്കായി നിരവധി ആശ്വാസ പദ്ധതികളും പ്രഖ്യാപിച്ചു. ഒട്ടേറെ വിഷമം അനുഭവിക്കുന്ന പ്രവാസി സഹോദരങ്ങളാണ് ഇവിടെയുള്ളത്. ഇത്തരം ആളുകളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ സഹോദരങ്ങൾ എന്ന നിലക്ക് നമ്മുടെ നാടിന്റെ ബാധ്യതയായി തന്നെയാണ് സർക്കാർ കാണുന്നത്. അതിനാവശ്യമായ നടപടി സർക്കാർ സ്വീകരിക്കുക തന്നെ ചെയ്യും. UAE സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ളവരുടെയും വാണിജ്യ പ്രമുഖരുടെയും സാന്നിധ്യം സ്വീകരണ യോഗത്തിലുണ്ടായിരുന്നു. ഗൾഫ് നാടുകളിൽ കഷ്ടത അനുഭവിക്കുന്ന പ്രവാസി മലയാളികളെ സഹായിക്കാൻ എല്ലാവരും ഒരുമയോടെ മുന്നോട്ട് വരണമെന്ന ആഹ്വാനത്തോടെയാണ് മുഖ്യമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചത്. പ്രവാസികൾക്ക് താങ്ങും തണലുമായി എന്നും കൂടെയുണ്ടെന്ന സന്ദേശവും മുഖ്യമന്ത്രി നൽകി. ദുബായിൽ നിന്ന് ടി ജമാലുദ്ദീൻ. 2021 സ്മാർട്ട് സിറ്റി പദ്ധതി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ദുബായ് സർക്കാർ കേരളത്തിൽ ടൂറിസം, ആയുർവേദം എന്നീ മേഖലകളിൽ നിക്ഷേപം നടത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ പ്രവാസികാര്യ വകുപ്പ് നിർത്തലാക്കിയ സാഹചര്യത്തിൽ നോർക്കയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പ്രവാസികാര്യ മന്ത്രാലയം നിർത്തലാക്കിയത് വലിയ തിരിച്ചടി തന്നെയാണ്. അത് നമുക്ക് പ്രവാസികൾക്ക് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ നോർക്ക റൂൾസിന്റെ അടക്കം പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലീകരിക്കാൻ എങ്ങനെ സാധിക്കും? ഇവിടെയുള്ള സംസ്ഥാന ഗവൺമെന്റ് പല പരിമിതികളുണ്ട്. എന്നാൽ ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റും, അതും സംസ്ഥാന സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സാംസ്കാരിക നിലയവും ഫാമിലി സെന്ററും ആരംഭിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളും. സ്മാർട്ട് സിറ്റി പദ്ധതി 2021 പൂർത്തിയാക്കും. ദുബായ് സർക്കാർ ടൂറിസം, ആയുർവേദം എന്നീ മേഖലകളിൽ കേരളത്തിൽ നിക്ഷേപം നടത്തും. പ്രവാസി മലയാളികളുടെ യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു. പീപ്പിൾ TV, ഗൾഫ് ബ്യൂറോ. പ്രവാസ ലോകത്തെ വാണിജ്യ വ്യവസായ രംഗത്തെ പ്രതിഭകൾക്കായി കൈരളി TV ഏർപ്പെടുത്തിയ അവാർഡുകൾ സമ്മാനിച്ചു. ദുബായിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാൻ മമ്മൂട്ടിയുടെ സാന്നിധ്യത്തിൽ അവാർഡുകൾ വിതരണം ചെയ്തത്. ദുബായ് സ്റ്റേഗൻബർഗർ ഹോട്ടലിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് കൈരളി TV NRI ബിസിനസ് ഓൺട്രപ്രണർ അവാർഡുകൾ സമ്മാനിച്ചത്. വാണിജ്യ വ്യവസായ രംഗത്തെ മികവിന് ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ MA അഷ്റഫിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗോൾഡൻ അച്ചീവ്മെന്റ് അവാർഡ് നൽകി. സ്പെഷ്യൽ അച്ചീവ്മെന്റ് അവാർഡിന് അർഹനായ യൂണിവേഴ്സൽ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഷബീർ നെല്ലിക്കോടും
മുഖ്യമന്ത്രിയിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങി. ജോയ് ആൽക്കാസ് ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോൺ പോൾ ആൽക്കാസ്, ഖത്തറിലെ ബെഹസാദ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ JK മേനോൻ, ഫാത്തിമ ഗ്രൂപ്പ് CEO സമീർ സുലൈമാൻ എന്നിവരാണ് യങ് ഓണ്ടർപ്രണർ അവാർഡുകൾ നേടിയത്. ബിസിനസ് എക്സലൻസ് അവാർഡുകൾക്ക് അർഹരായ സൗദിയിലെ വേൾഡ് സ്ക്വയർ ഫുഡ്സ് ആൻഡ് ബിവറേജസിന്റെ സാരഥികൾ മുബീർ ഖാലിദ്, ഷഹീർ മക്സൂദ്, ദോഹ സിറ്റി എക്സ്ചേഞ്ച് CEO ഷറഫ് പി ഹമീദ്, ദോഹ SVP ചാർട്ടേഡ് അക്കൗണ്ട്സ് മാനേജിംഗ് പാർട്ണർ ഷജീവ് അലിയാഖത്ത്, UAE അൽനാസർ ഗ്രൂപ്പ് CEO വർഗീസ് പനക്കൽ എന്നിവരും അവാർഡുകൾ ഏറ്റുവാങ്ങി. മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാൻ മമ്മൂട്ടി അവാർഡ് ദാന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മലയാളം കമ്മ്യൂണിക്കേഷൻസ് മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് ആമുഖ പ്രഭാഷണം നടത്തി. അവാർഡ് ജൂറി ചെയർമാൻ ഡോക്ടർ രവി പിള്ള, അംഗങ്ങളായ സുധീർ കുമാർ ഷെട്ടി, ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി നളിനി നെറ്റോ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ VK അഷ്റഫ്, കൈരളി TV മിഡിൽ ഈസ്റ്റ് ന്യൂസ് ആൻഡ് പ്രോഗ്രാംസ് ഡയറക്ടർ EM അഷ്റഫ്, മിഡിൽ ഈസ്റ്റ് മാർക്കറ്റിംഗ് ജനറൽ മാനേജർ S രമേശ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ദുബായ്. UAPA കാപ്പ നിയമങ്ങൾ സംസ്ഥാന സർക്കാർ അംഗീകരിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി. പോലീസ് സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലല്ലെന്ന വിമർശനങ്ങൾ മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു. പോലീസ് സർക്കാരിന്റെ നിയന്ത്രണത്തിലല്ലെന്ന വിമർശനത്തെ തള്ളിക്കളഞ്ഞ മുഖ്യമന്ത്രി പോലീസിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ പരിശോധിക്കുമെന്ന് പറഞ്ഞു. പോലീസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സാധാരണഗതിയിൽ ഉയരുന്ന പ്രശ്നങ്ങൾ അത് പരിശോധിക്കാനുള്ള സംവിധാനം ഗവൺമെന്റിനുണ്ട്. അത് ആരുന്നയിച്ചാലും പരിശോധിക്കും. അത് നിങ്ങൾ ഉന്നയിച്ചാലും പരിശോധിക്കൂ, ഇനി മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാവ് ഉന്നയിച്ചാലും പരിശോധിക്കും. അഴിമതിക്കെതിരെ യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ല. കാപ്പയും UAPAയും രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ഉപയോഗിക്കരുത്. ഞങ്ങള് ജനാധിപത്യ അവകാശങ്ങൾ ഒരു തരത്തിലും നിഷേധിക്കാൻ പാടില്ല എന്ന ശക്തമായ അഭിപ്രായത്തിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരെ കാപ്പ ഉപയോഗിക്കുക അതിനോട് ഒരു തരത്തിലും യോജിക്കാനാവില്ല. UAPAയോട് നേരത്തെ തന്നെ വിയോജിപ്പ് ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു പ്രശ്നമുള്ളത്, ചില തീവ്രവാദ കേസുകൾ വരുമ്പോൾ ആ തീവ്രവാദ കേസുകളുമായി ബന്ധപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമായി സ്വാഭാവികമായി തന്നെ UAPA വരുന്നുണ്ട്. പീപ്പിൾ TV ഗൾഫ് ബ്യൂറോ. UAPA രാജ്യദ്രോഹ കുറ്റം, NIA ആക്ട് പ്രകാരമുള്ള ഷെഡ്യൂൾഡ് കുറ്റകൃത്യങ്ങൾ എന്നിവയിൽ FIR തയ്യാറാക്കുന്നതിന് മുൻപ് ജില്ലാ പോലീസ് മേധാവിയുടെ അനുമതി തേടിയിരിക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശം. UAPA രാജ്യദ്രോഹ കുറ്റകൃത്യങ്ങളിൽ വകുപ്പുകൾ ചുമത്തുന്നതിന് ആവശ്യമായ ശക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അവ ചുമത്താവൂ എന്നും DGP പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നു. അറസ്റ്റുകളിൽ പാലിക്കേണ്ട സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും DGP നിർദ്ദേശം നൽകി. കേസുകൾ രജിസ്റ്റർ ചെയ്യുമ്പോഴും FIR തയ്യാറാക്കുമ്പോഴും കൂടുതൽ ശ്രദ്ധയും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടവും ഉറപ്പുവരുത്തണമെന്നാണ് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ നിർദ്ദേശം നൽകിയത്. മനുഷ്യാവകാശ പ്രവർത്തകർക്കെതിരെ ഉൾപ്പെടെ ഈയിടെ രജിസ്റ്റർ ചെയ്ത ചില കേസുകളും FIRകളും പരിശോധിച്ചപ്പോൾ സെഷനുകൾ ചുമത്തുന്നതിലും മറ്റും വേണ്ടത്ര അവധാനത പുലർത്തിയിട്ടില്ലെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശം. കേസുകളുമായി ബന്ധപ്പെട്ട അറസ്റ്റ് നടത്തുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച വിവിധ സർക്കുലറുകൾ നിലവിലുണ്ട്. ഇതും സുപ്രീം കോടതി നിർദ്ദേശവും പാലിച്ച് ആകണം അറസ്റ്റുകൾ നടത്തേണ്ടത്. ഇക്കാര്യത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശരിയായ മേൽനോട്ടം ഉണ്ടാകണമെന്നും DGP നിർദ്ദേശിക്കുന്നു. മനുഷ്യക്കടത്ത് കേസുകൾ പോലെ ചില പ്രത്യേക ഉദ്യോഗസ്ഥർക്ക് വിജ്ഞാപന പ്രകാരം അന്വേഷണ ചുമതല നൽകുന്ന കേസുകളിൽ പ്രസ്തുത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാകണം സെഷനുകളും വകുപ്പുകളും നിശ്ചയിക്കേണ്ടത്. UAPA രാജ്യദ്രോഹം, NIA ആക്ട് പ്രകാരമുള്ള ഷെഡ്യൂൾഡ് കുറ്റകൃത്യങ്ങൾ എന്നിവയിൽ FIR തയ്യാറാക്കുന്നതിന് മുൻപ് ജില്ലാ പോലീസ് മേധാവിയുടെ അനുമതി തേടിയിരിക്കണം. ഇത്തരം വകുപ്പുകൾ ചുമത്തുന്നതിന് ആവശ്യമായ ശക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇവ ചുമത്താവൂ എന്നും DGPയുടെ ഉത്തരവിൽ വ്യക്തമാക്കുകയാണ്. UAPA രാജ്യദ്രോഹ കുറ്റം തുടങ്ങിയ വകുപ്പുകളിൽ DYSP SP തല ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ അവബോധം നൽകുന്നതിനുള്ള നടപടികൾ റേഞ്ച് IGമാർ കൈക്കൊള്ളണം. ഇതിനായി സംസ്ഥാന തലത്തിൽ ശില്പശാല സംഘടിപ്പിക്കുമെന്നും സംസ്ഥാന പോലീസ് മേധാവി അറിയിച്ചു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇന്ത്യൻ ഉപഭോക്തൃ നിയമം നടപ്പിലാക്കിയിട്ട് 3 പതിറ്റാണ്ട് പൂർത്തിയാകുമ്പോഴും ഉപഭോക്തൃ ഫോറങ്ങളുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ലെന്ന വിവരാവകാശ രേഖകൾ. 3 മാസത്തിനകം തീർപ്പ് കൽപ്പിക്കണമെന്നിരിക്കെ നിരവധി പരാതികളാണ് വർഷങ്ങളായി തീർപ്പാകാതെ കെട്ടിക്കിടക്കുന്നത്. ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി 1986-ലാണ് ഇന്ത്യയിൽ ഉപഭോക്തൃ നിയമം നടപ്പിലാക്കി തുടങ്ങിയത്.
രാജ്യം ഇന്ന് ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുമ്പോൾ ഇതുവരെയുള്ള ഉപഭോക്തൃ ഫോറങ്ങളുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ല എന്നാണ് വിവരാവകാശ രേഖകൾ തെളിയിക്കുന്നത്. ദേശീയ സംസ്ഥാന കമ്മീഷനുകളിലും ജില്ലാ ഫോറങ്ങളിലുമായി 45,66,475 പരാതികൾ ലഭിച്ചതിൽ 4,385,000 ഇപ്പോഴും തീർപ്പ് കാത്തുകിടക്കുന്നുണ്ട്. പരാതികളിൽ 90 ദിവസത്തിനകം നടപടി സ്വീകരിക്കണമെന്നിരിക്കെ ഈ പരാതികളിൽ മിക്കതും വർഷങ്ങളായി കെട്ടിക്കിടക്കുന്നവയാണ്. അഡ്വക്കേറ്റ് DB ബിനു. ഉപഭോക്തൃ ഫോറങ്ങൾ ജനങ്ങളുടെ കോടതികളാണ്. അത് സമയബന്ധിതമായി തീർപ്പാക്കിയാൽ മാത്രമേ അതിൻ്റെ ഗുണം ജനങ്ങൾക്ക് ലഭ്യമാകൂ, ആ നിയമത്തിൻ്റെ ലക്ഷ്യം സാർത്ഥകമാകൂ. വർഷങ്ങൾ കഴിഞ്ഞിട്ടും നീതിക്ക് വേണ്ടി കാത്തിരിക്കുന്ന അവസ്ഥ ഇപ്പോഴും ഉപഭോക്തൃ കോടതികളുടെ മുമ്പിൽ കാണാൻ കഴിയും. ഈ അവസ്ഥയാണ് ഉപഭോക്താക്കളെ കോടതികളിൽ നിന്നും ഒഴിവാക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അകറ്റുന്നതിൻ്റെ പ്രധാനമായ കാരണം. മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ ഉപഭോക്തൃ ഫോറങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെട്ടതാണ്. സംസ്ഥാന കമ്മീഷനിൽ 28,948 പരാതികൾ ലഭിച്ചതിൽ 2,222 ഇനി തീർപ്പ് കാത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ കരുണാകരന്റെ അനുയായിയായി ജീവിക്കണമെന്ന് പ്രതാപവർമ്മ തമ്പാന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എ ഗ്രൂപ്പിന്റെ അവഗണനയ്ക്കും ഭ്രഷ്ടിനുമെതിരെയാണ് തമ്പാന്റെ പ്രതിഷേധം. മുമ്പൊരിക്കലും ലീഡർ കെ കരുണാകരനെ അംഗീകരിച്ചിട്ടില്ലാത്ത പ്രതാപവർമ്മ തമ്പാൻ ലീഡറുടെ അനുസ്മരണ ദിനത്തിൽ വീണ്ടും വിചാരത്തിന് തയ്യാറായത് എ ഗ്രൂപ്പുകളെ ഒരുപോലെ ആക്രമിക്കാനാണെന്ന് വ്യക്തം. ഏത് സാഹചര്യത്തിലും അണികളെയോ ഒപ്പം നിൽക്കുന്നവരെയോ ജീവൻ കൊടുത്തും സംരക്ഷിക്കുന്ന ലീഡറുടെ ഉറച്ച നിലപാട് വൈകിയാണെങ്കിലും താൻ അംഗീകരിക്കുന്നുവെന്ന് തുറന്നു സമ്മതിക്കുന്നു. എ ഗ്രൂപ്പ് നേതൃത്വം ഇത് കണ്ടു പഠിക്കണമെന്നും തമ്പാൻ പറയാതെ പറയുകയാണ്. ഒപ്പം നിന്നവർ പോലും പ്രതിസന്ധി ഘട്ടത്തിൽ തള്ളിപ്പറഞ്ഞ നന്ദികെട്ട ഐ ഗ്രൂപ്പിലെ പ്രമാണിമാരെയും തമ്പാൻ ഒറ്റവരിയിലൂടെ വിമർശിക്കുന്നു. കണ്ണടയ്ക്കുമ്പോൾ സ്വന്തം മകന് 3 രൂപ മെമ്പർഷിപ്പ് വാങ്ങി നൽകാൻ കഴിയാതെ പോയ കോൺഗ്രസ് ലീഡറുടെ രാഷ്ട്രീയ ചരിത്രം ഈ അനുസ്മരണ ദിനത്തിൽ എല്ലാവരെയും ഒരുപക്ഷെ ഓർമ്മപ്പെടുത്താനും കൂടി ലക്ഷ്യമിട്ടായിരിക്കാം ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ കരുണാകരന്റെ അനുയായിയായി ജീവിക്കണമെന്ന് പ്രതാപവർമ്മ തമ്പാന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശമ്പളം വൈകിപ്പിച്ചതിനെ തുടർന്ന് ഇടുക്കി ഹാരിസൺ മലയാളം മൂങ്കലാർ തോട്ടത്തിൽ തൊഴിലാളികൾ നടത്തിവന്നിരുന്ന സമരം താൽക്കാലികമായി പിൻവലിച്ചു. ശമ്പളം കളക്ടറുടെ അക്കൗണ്ട് വഴി നൽകാൻ സർക്കാർ സംവിധാനം ഉള്ളപ്പോഴാണ് നോട്ട് നിരോധനത്തിന്റെ മറവിൽ കമ്പനി ശമ്പളം വൈകിപ്പിച്ചത്. ഹാരിസൺ മലയാളം കമ്പനിയുടെ മൂങ്കലാർ തോട്ടത്തിലെ മാനേജരെയാണ് തൊഴിലാളികൾ തുടർച്ചയായ 2ാം ദിവസവും തടഞ്ഞുവെച്ചത്. തൊഴിലാളികൾക്ക് എല്ലാ മാസവും 14 നൽകിയിരുന്ന ശമ്പളം മുടങ്ങിയതാണ് പ്രതിഷേധത്തിന് കാരണമായത്. കറൻസി നിരോധനത്തെ തുടർന്ന് തോട്ടം തൊഴിലാളികൾക്കുള്ള ശമ്പളം ജില്ലാ കളക്ടർമാരുടെ അക്കൗണ്ട് വഴി നൽകാൻ സർക്കാർ സൗകര്യം ഒരുക്കിയിരുന്നുവെങ്കിലും ഇത് ഉപയോഗിക്കാതെയാണ് കമ്പനി ശമ്പളം വൈകിപ്പിക്കുന്നത്. ഉത്സവകാലങ്ങളിൽ തൊഴിലാളികൾക്ക് നൽകിയിരുന്ന അഡ്വാൻസ് തുകയും കമ്പനി ഇത്തവണ നൽകിയിട്ടില്ല. മാനേജ്മെന്റ് വളരെ ധിക്കാരപരമായ സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനെതിരായിട്ടാണ് CITU, INTUC, HRP യൂണിയൻ, AITUC തുടങ്ങിയ യൂണിയനുകളുടെ നേതൃത്വത്തിൽ സംയുക്തമായി ഇന്നലെ രാവിലെ മുതൽ രാപ്പകൽ സമരം എന്നുള്ള നിലയ്ക്ക് ഈ ഓഫീസിൽ ഉപരോധ സമരം സംഘടിപ്പിക്കുന്നത്. ഈ ധിക്കാരപരമായ സമീപനം തിരുത്തുവാൻ മാനേജ്മെന്റ് തയ്യാറാവണം. ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ഈ തൊഴിലാളികളുടെ ജീവത്തായ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ആവശ്യമായ ഇടപെടൽ അടിയന്തരമായി നടത്തണമെന്ന്. മറ്റുള്ള ഞങ്ങൾക്ക് അരിയും സാധനവും വാങ്ങിച്ച് കഞ്ഞി കുടിക്കുന്നതോ വസ്ത്രങ്ങൾ വാങ്ങിക്കാനോ യാതൊരു നിവൃത്തിയില്ല. നാളത്തെ കഴിഞ്ഞ് ക്രിസ്മസ് ആണ്. ഞങ്ങളുടെ ആ ഫെസ്റ്റിവലിൻ്റെ ആവശ്യങ്ങൾ പോലും ഞങ്ങൾ മുടക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെയാണ് ഉത്സവമാണ്, അതിൻ്റെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾ മുടക്കി വെക്കാം. പക്ഷേ ഞങ്ങളുടെ കുട്ടികളുടെ കാര്യം മുടക്കി വെക്കാൻ പറ്റത്തില്ല. അവരെ ആ ഹോസ്റ്റലിൽ ഞങ്ങളുടെ കുട്ടികളെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. കറൻസി നിരോധനത്തിന്റെ മറവിൽ കമ്പനി മനഃപൂർവ്വം ശമ്പളം വൈകിപ്പിക്കുകയാണെന്നാണ് തൊഴിലാളികളുടെ ആക്ഷേപം. 36 മണിക്കൂർ പിന്നിട്ട ഉപരോധ സമരം പീരുമേട് തഹസിൽദാരുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ താൽക്കാലികമായി നിർത്തിവെച്ചു. 28-ന് മുമ്പ് കുടിശ്ശികയടക്കം ശമ്പളം നൽകാമെന്നാണ് കമ്പനി ഉറപ്പ് നൽകിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പാലക്കാട് കടപ്പാറയിലെ ആദിവാസികൾക്കുള്ള ഭൂമി വിതരണം അട്ടിമറിച്ച നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. മുൻ നെന്മാറ DFO നൽകിയ തെറ്റായ റിപ്പോർട്ടാണ് ഭൂമി വിതരണം അനിശ്ചിതത്വത്തിൽ ആക്കിയതെന്നാണ് ആക്ഷേപം. സംസ്ഥാന സർക്കാർ ഇടപെട്ട് ഭൂമി വിതരണം വേഗത്തിലാക്കണമെന്ന ആവശ്യവുമായി KD പ്രസേനൻ MLA-യുടെ നേതൃത്വത്തിൽ 27-ന് നെന്മാറ DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തും. കടപ്പാറ മൂർത്തിക്കുന്ന് ആദിവാസി കോളനിയിലെ കുടുംബങ്ങൾക്ക് ഭൂമി വധിച്ചു നൽകാനുള്ള തീരുമാനം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് മുടങ്ങിയിരിക്കുന്നത്. ഭൂമിക്കായി കുടിൽ കെട്ടി സമരം തുടരുന്ന 22 കുടുംബങ്ങൾക്ക് 60 സെന്റ് വീതം ഭൂമി നൽകാനായിരുന്നു തീരുമാനം. ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ പട്ടികവർഗ, വനം, റവന്യൂ വകുപ്പ് അധികൃതരുടെ യോഗമാണ് നേരത്തെ ഭൂമി വിതരണത്തിന് തീരുമാനമെടുത്തത്. ഇതിനായി വനം, റവന്യൂ വകുപ്പുകളുടെ സംയുക്ത സർവേയും പൂർത്തിയായി.
എന്നാൽ സ്ഥലം മാറിപ്പോയ നെന്മാറ DFO നൽകിയ റിപ്പോർട്ട് തീരുമാനം നടപ്പാക്കാൻ തടസ്സമായിരിക്കുന്നു. സമരഭൂമി സന്ദർശിച്ച ആലത്തൂർ MLA KD പ്രസേനൻ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് നടപ്പാക്കി ഭൂമി വിതരണം ഉടൻ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിനായി സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടണം. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന DFO താൻ പോകുന്ന പോക്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളെ അറിയിക്കാതെ കൃത്രിമമായി ഈ രേഖകൾ ഉണ്ടാക്കി എന്ന കള്ള സാക്ഷ്യപത്രം തയ്യാറാക്കി നൽകിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മന്ത്രിമാരുടെ ഉപസമിതി യോഗം ആദിവാസികൾക്കുള്ള ഈ പട്ടയ വിതരണം നിർത്തിവെക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതൊരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. DFO നൽകിയ റിപ്പോർട്ട് തള്ളണമെന്നും ഭൂമി വിതരണം ഉടൻ ആരംഭിക്കണമെന്നും ആവശ്യപ്പെട്ട് ആദിവാസികൾ ഈ മാസം 27-ന് നെന്മാറ DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തും. ഇതിൽ പങ്കെടുക്കുമെന്നും സ്ഥല MLA KD പ്രസേനൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ. കേരള സർവകലാശാല ആതിഥ്യമരുളുന്ന ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന്റെ 77ാമത് അന്തർദേശീയ സമ്മേളനത്തിന് ഈ മാസം 28-ന് തലസ്ഥാനത്തിന് തുടക്കമാകും. ഇന്ത്യയിലെ 30,000-ൽ അധികം വരുന്ന ചരിത്രകാരന്മാരുടെയും ചരിത്ര ഗവേഷകരുടെയും ഏറ്റവും വലിയ അക്കാദമിക് കൂട്ടായ്മയായ ചരിത്ര കോൺഗ്രസിന് രാഷ്ട്രപതി പ്രണബ് മുഖർജി തിരിതെളിയിക്കും. ഇന്ത്യയിലെ 30,000-ലധികം വരുന്ന ചരിത്രകാരന്മാരുടെയും ചരിത്ര ഗവേഷകരുടെയും ഏറ്റവും വലിയ അക്കാദമിക് കൂട്ടായ്മയാണ് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ്. 58 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന് കേരള സർവകലാശാല ആതിഥ്യമരുളുന്നത്. ചരിത്ര കോൺഗ്രസിന്റെ ഉദ്ഘാടനം തലസ്ഥാനത്ത് രാഷ്ട്രപതി പ്രണബ് മുഖർജി നിർവഹിക്കും. ചരിത്ര കോൺഗ്രസിന്റെ നടപടിക്രമങ്ങളുടെ ഔദ്യോഗിക പ്രകാശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്നും കേരള സർവകലാശാല പ്രോ വൈസ് ചാൻസലർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചരിത്ര കോൺഗ്രസിന്റെ ഔപചാരിക ഉദ്ഘാടനം ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ശ്രീ പ്രണബ് മുഖർജി 29-ാം തീയതി 12:30 കാര്യവട്ടത്തെ ഗോൾഡൻ ജൂബിലി ഓഡിറ്റോറിയത്തിൽ നിർവഹിക്കും. ചടങ്ങിൽ ബഹുമാനപ്പെട്ട ഗവർണർ ജസ്റ്റിസ് റിട്ടയർഡ് P. സദാശിവം വിശിഷ്ടാതിഥിയായിരിക്കും. ചരിത്ര കോൺഗ്രസിനോടനുബന്ധിച്ച വ്യത്യസ്ത പഠന വകുപ്പുകൾ ചരിത്ര പ്രദർശനവും സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിലെ പ്രശസ്തരായ അക്കാദമിക് പ്രസാധകരുടെ പുസ്തകമേളയും ചരിത്ര കോൺഗ്രസിന്റെ ഭാഗമായി ഒരുങ്ങും. സംസ്ഥാന ശുചിത്വ മിഷനുമായി സഹകരിച്ച ചരിത്ര കോൺഗ്രസ് ഗ്രീൻ പ്രോട്ടോകോൾ പരമാവധി പാലിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ മാസം 30-ന് ചരിത്ര കോൺഗ്രസിന് സമാപനമാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. BJP ഭരിക്കുന്ന കാസർഗോഡ് മുഗൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തിരഞ്ഞെടുപ്പ് കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് 2 മാസത്തേക്ക് സ്റ്റേ ചെയ്തു. ബഹുഭൂരിപക്ഷം അംഗങ്ങളെയും വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത് സംബന്ധിച്ച പരാതിയിലാണ് ഭരണസമിതി തെരഞ്ഞെടുപ്പ് സ്റ്റേ ചെയ്തത്. വോട്ടർ പട്ടിക തയ്യാറാക്കിയതിൽ അപാകത ഉള്ളതായി സഹകരണ ഇലക്ഷൻ കമ്മീഷൻ നേരത്തെ കണ്ടെത്തിയിരുന്നു. ബഹുഭൂരിപക്ഷം അംഗങ്ങളെയും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി യഥാർത്ഥ ജനവിധി അട്ടിമറിക്കാനുള്ള BJP നേതൃത്വത്തിലുള്ള കാസർഗോഡ് മുഗൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയുടെ നീക്കത്തിന് തിരിച്ചടിയായിരിക്കെയാണ് 2 മാസത്തേക്ക് തെരഞ്ഞെടുപ്പ് നടപടികൾ നിർത്തിവെക്കാനുള്ള ഹൈക്കോടതി നിർദ്ദേശം. 2242 പേർ മുഗൂർ സർവീസ് സഹകരണ ബാങ്കിൽ അംഗങ്ങളാണ്. എന്നാൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് 140 പേരെ മാത്രം. ബാങ്ക് ഇടപാടുകളിൽ പങ്കാളികളല്ലെന്ന് ആരോപിച്ചാണ് ഭൂരിപക്ഷം അംഗങ്ങളെയും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. ഇതിനെതിരെ അംഗങ്ങളുടെ ആക്ഷൻ കമ്മിറ്റി കൺവീനർ സന്തോഷ് കുമാർ ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചു. പരാതിയിൽ കമ്മീഷൻ നടത്തിയ തെളിവെടുപ്പിൽ ഭരണസമിതി ക്രമക്കേട് നടത്തിയതായി കണ്ടെത്തുകയും തെരഞ്ഞെടുപ്പ് നടപടികൾ തടയുകയും ചെയ്തു. ഇതിനെതിരെ ബാങ്ക് സെക്രട്ടറി ഹൈക്കോടതിയിൽ നൽകിയ പരാതിയെ തുടർന്ന് സിംഗിൾ ബെഞ്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ അനുമതി നൽകി. ഈ വിധിയാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തത്. പ്രകാരമുള്ള രേഖകൾ കോടതിയിൽ ഹാജരാക്കുകയും കോടതിക്ക് ഇതിന്റെ യഥാർത്ഥ സ്ഥിതി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇലക്ഷൻ 2 മാസത്തേക്ക് സ്റ്റേ ചെയ്തിരിക്കുന്നത്. മുഴുവൻ അംഗങ്ങൾക്കും വോട്ടവകാശം നേടിക്കൊടുക്കുന്നതുവരെ ഞങ്ങൾ നിയമപോരാട്ടത്തിൽ തന്നെ നിൽക്കുമെന്നാണ് ഈ ആക്ഷൻ കമ്മിറ്റിക്ക് പറയാനുള്ളത്. നിലവിലുള്ള ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞതിനാൽ 3-അംഗ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ നിയോഗിക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. യഥാർത്ഥ വോട്ടർമാരെ ഉൾപ്പെടുത്തിയ പുതിയ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആക്ഷൻ കമ്മിറ്റി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വ്രതശുദ്ധിയുടെ 41 ദിവസത്തിന് പരിസമാപ്തി കുറിച്ച് ശബരിമല മണ്ഡലപൂജയ്ക്കായി ഒരുങ്ങി. 25-ന് തങ്കയങ്കി ചാർത്തിയുടെ ദീപാരാധനയും 26-ന് മണ്ഡലപൂജയും നടക്കും. ഉച്ചയ്ക്ക് 12-നും 12:30-നും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ. 41 ദിവസത്തെ മണ്ഡലകാലത്തിന് പരിസമാപ്തി കുറിച്ചുള്ള മണ്ഡലപൂജ 26-ന് നടക്കും. ഉച്ചയ്ക്ക് 12-നും 12:15-നും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ. മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായുള്ള എല്ലാ ഒരുക്കങ്ങളും സന്നിധാനത്ത് പൂർത്തിയായി വരുന്നു. തന്ത്രി ഖണ്ഡര് രാജീവർ. മണ്ഡലപൂജ ഈ ഡിസംബർ 26-ാം തീയതി ഉച്ചയ്ക്ക് 12-നും 12:15-നും ഇടയിലാണ് നടക്കുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ഡിസംബർ 25-ന് തിരുവിതാംകൂർ മഹാരാജാവ് നടക്കി വെച്ച തങ്കയങ്കി ചാർത്തി ദീപാരാധന, അതൊരു വിശേഷാൽ
പൂജ തന്നെയാണത്. 22-ന് ആറന്മുളയിൽ നിന്നും തിരിച്ച തങ്കയങ്കി ഘോഷയാത്ര നാളെ പമ്പയിൽ എത്തിച്ചേരും. തുടർന്ന് സന്നിധാനത്തെത്തിക്കുന്ന തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും. 26-ന് രാവിലെ 10 മണിയോടെ മണ്ഡലപൂജയ്ക്കുള്ള ചടങ്ങുകൾ ആരംഭിക്കും. അന്നേ ദിവസം ഉച്ചയ്ക്ക് മണ്ഡലപൂജയ്ക്ക് ശേഷം രാത്രി ഹരിവരാസനം പാടി നടയടയ്ക്കും. തുടർന്ന് മകരവിളക്ക് പൂജകൾക്കായി 30-ന് വൈകിട്ട് 5 മണിക്ക് നട വീണ്ടും തുറക്കും. ന്യൂസ് ബ്യൂറോ, ശബരിമല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗത്തിൽ പൊട്ടിത്തെറി. മുൻമന്ത്രി VS ശിവകുമാറിന്റെ സഹോദരനും ബോർഡ് സെക്രട്ടറിയുമായ VS ജയകുമാറിനെതിരെയുള്ള അഴിമതി സംബന്ധിച്ച വിഷയമാണ് ബോർഡ് യോഗത്തെ പ്രതിസന്ധിയിലാക്കിയത്. VS ജയകുമാറിനെ അനുകൂലിച്ച് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിലും രംഗത്ത് വന്നതോടെ മറ്റൊരു അംഗം K രാഘവൻ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. ഇന്നലെ പമ്പയിൽ ചേർന്ന ദേവസ്വം ബോർഡ് യോഗത്തിലാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. അഴിമതി ആരോപണ വിധേയനായ ദേവസ്വം സെക്രട്ടറിയും മുൻമന്ത്രി VS ശിവകുമാറിന്റെ സഹോദരനുമായ VS ജയകുമാറിനെതിരെ പോലീസ് വിജിലൻസ് വിഭാഗത്തെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ബോർഡംഗം K രാഘവൻ ആവശ്യം ഉന്നയിച്ചതോടെയാണ് പ്രശ്നം ഉടലെടുത്തത്. 25 കോടിയോളം രൂപയുടെ അഴിമതി ആരോപണം നേരിടുന്ന ജയകുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനും അംഗം അജയ് തറയിലും സ്വീകരിച്ചത്. ജയകുമാർ പിടിക്കപ്പെട്ടാൽ തങ്ങളും കുടുങ്ങുമെന്ന ആശങ്കയാണ് ഇരുവരുടെയും നിലപാടിന്റെ പിന്നിലെന്നാണ് സംശയം. ഒരു ഘട്ടത്തിൽ K രാഘവൻ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. പിന്നീട് ഇദ്ദേഹത്തെ അനുനയിപ്പിച്ചാണ് യോഗം തുടർന്നത്. 2005 മുതൽ ദേവസ്വത്തിന്റെ പ്രധാന തസ്തികകളിൽ ഇരുന്ന ജയകുമാർ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സഹോദരൻ VS ശിവകുമാർ ദേവസ്വം മന്ത്രിയായിരുന്നപ്പോഴാണ് ദേവസ്വം ബോർഡ് സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയത്. യോഗത്തിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തിരുവാഭരണം കമ്മീഷണർ, ഫിനാൻസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നിവരോട് വിശദീകരണം ചോദിക്കാൻ തീരുമാനിച്ചു. K രാഘവന്റെ കടുത്ത വിയോജിപ്പോടെയായിരുന്നു തീരുമാനം. അതേസമയം അഴിമതി സംബന്ധിച്ച് ഏത് ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കണമെന്ന കാര്യത്തിൽ K രാഘവന് തീരുമാനമെടുക്കുന്നതിനുള്ള അനുവാദം ബോർഡ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ശബരിമല. നിറക്കൂട്ടുകൾക്ക് പകരം വർണ്ണനൂലുകൾ കൊണ്ട് ചിത്രമൊരുക്കുകയാണ് കണ്ണൂർ ചാലാട് സ്വദേശി രാജേഷ്. ചിത്രകല അഭ്യസിച്ചിട്ടില്ലാത്ത ഇലക്ട്രീഷ്യനായി ജോലി നോക്കുന്ന രാജേഷ് വർണ്ണനൂലുകൾ കൊണ്ടൊരുക്കിയ ചിത്രവിസ്മയം കാണാൻ മോഹനൻ ചാലാട് ആർട്ട് ഗാലറിയിൽ ആളുകൾ നിറയുകയാണ്. ചിത്രകലയുടെ വേറിട്ട വഴികളിലൂടെ സഞ്ചരിക്കുകയാണ് കണ്ണൂർ ചാലാട് സ്വദേശി രാജേഷ്. ചിത്രരചനയിൽ പുല്ലിലും വൈക്കോലിലും ആരംഭിച്ച പരീക്ഷണം നൂൽചിത്രങ്ങളിലേക്ക് മാറി. വൂളൻ ത്രെഡ് കട്ട് ആർട്ട് എന്ന് പേരിട്ട് വിളിക്കുന്ന ഈ രീതിയിൽ ചിത്രം സ്കെച്ചെടുത്ത് വർണ്ണനൂലുകൾ ഒട്ടിച്ച് ചേർക്കുകയാണ്. മോഹനൻ ചാലാട് ആർട്ട് ഗാലറിയിൽ പ്രകൃതിയും മനുഷ്യനും ഇതിഹാസവുമെല്ലാം വർണ്ണചിത്രങ്ങളായി നിറഞ്ഞു നിൽക്കുന്നു. ഇവിടെ 19 ചിത്രങ്ങളാണ് ചെയ്യുന്നത്. ഞാൻ ചിത്രകല അഭ്യസിക്കാതെ കൊണ്ട് തന്നെ എനിക്കിൻ്റെ വരയും അതിൻ്റെ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അറിയില്ല. ചെറിയ പിക്ചർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഗ്രാഫ് ചെയ്തിട്ട് എൻലാർജ് ചെയ്ത് വലുതാക്കും. ഇതിൻ്റെയൊക്കെ ചെറിയ പിക്ചർ കിട്ടിയിട്ട് അത് ഗ്രാഫ് ചെയ്തിട്ട് വലുതാക്കി വരച്ചതിന് ശേഷം അനുയോജ്യമായ സ്ഥലത്ത് പശ തേച്ച് നൂല് എടുത്തു വെക്കുന്ന രീതിയാണിത്. ഹംസവും ദമയന്തിയും, വിളക്കേന്തിയ വനിത, APJ അബ്ദുൽ കലാം, സ്വാമി വിവേകാനന്ദൻ, സുകുമാർ അഴീക്കോട്, ഫിദൽ കാസ്ട്രോ എന്നിവയെല്ലാം ചിത്രകല അഭ്യസിച്ചിട്ടില്ലാത്ത ഈ ഇലക്ട്രീഷ്യന്റെ കരവിരുതിൽ വിസ്മയങ്ങൾ തീർക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. വയനാട്ടിലെ കാപ്പംകൊല്ലി സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ വിശ്വാസികൾ ഇത്തവണ ക്രിസ്മസിനെ വരവേൽക്കുന്നത് കൂറ്റൻ സാന്താക്ലോസിനൊപ്പമാണ്. വഴിയരികിലെ സാന്താക്ലോസ് ശ്രദ്ധ ആകർഷിക്കുകയാണ് ഇവിടെ. തേയിലത്തോട്ടത്തിനിടയിൽ ഉയർന്നു നിൽക്കുന്ന സാന്റാക്ലോസ് അപ്പൂപ്പൻ കാപ്പംകൊല്ലി സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിലെ യുവാക്കൾ ദിവസങ്ങളെടുത്ത് നിർമ്മിച്ചതാണ്. ഊട്ടി റോഡിലെ യാത്രികർക്കുൾപ്പെടെ കൗതുകമാവുന്ന കൂറ്റൻ സാന്റാക്ലോസിന് 42 അടി ഉയരമുണ്ട്. ക്രിസ്മസ് പാപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസിന് സന്തോഷവും സമ്മാനവും കൊടുക്കുന്ന ഒരു സന്തോഷവും ആ ഒരു കാഴ്ചപ്പാടിലാണ് ക്രിസ്മസ് പാപ്പയെ നിർമ്മിക്കാൻ തീരുമാനിച്ചതും. തുണിയും വൈക്കോലുമെല്ലാം ഉപയോഗിച്ചാണ് നിർമ്മാണം. സാന്റാക്ലോസിനൊപ്പം കൂറ്റൻ നക്ഷത്രങ്ങളും പുൽക്കൂടുകളുമൊക്കെയായാണ് ഈ ഗ്രാമം ക്രിസ്തുമസിനെ വരവേൽക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വയനാട്. അഞ്ചേരി ബേബി വധക്കേസിൽ MM മണിയുടെ വിടുതൽ ഹർജി തള്ളി CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രനെയും CITU നേതാവ് AK ദാമോദരൻ എന്നിവരെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി. പാമ്പുപാറ കുട്ടൻ,
മദനൻ എന്നിവരാണ് കേസിലെ മറ്റ് പ്രതികൾ. വിവരങ്ങൾ ലെസ്ലി നൽകും. ലെസ്ലി, വിശദാംശങ്ങൾ. പ്രജേഷ്, അഞ്ചേരി ബേബി വധക്കേസിൽ വൈദ്യുതി മന്ത്രിയായിരിക്കുന്ന എം മണിയെ സമർപ്പിച്ച വിടുതൽ ഹർജിയാണ് ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത്. മണിക്കൊപ്പം ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് പ്രോസിക്യൂഷൻ ആരോപിച്ച CPIM ജില്ലാ സെക്രട്ടറി KK ജയേന്ദ്രൻ, CITU മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന AK ദാമോദരൻ എന്നിവരെ കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി VG ശ്രീദേവിയാണ് വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. KK ജയേന്ദ്രൻ, AK ദാമോദരൻ എന്നിവർ യഥാക്രമം 5ഉം 6ഉം പ്രതികളായിട്ടാണ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത മാസം 24-ന് കോടതിയിൽ കേസ് പരിഗണിക്കുമ്പോൾ എല്ലാ പ്രതികളും കോടതിയിൽ ഹാജരാകണമെന്ന നിർദ്ദേശവും ഇപ്പോൾ ജഡ്ജി നൽകിയിട്ടുണ്ട്. എന്തായാലും നിർണായകമായ വിധിയാണ് കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. പ്രജേഷ്, ലെസ്ലിയാണ് വിവരങ്ങൾ നൽകിയത്. കേസിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് മന്ത്രി M മണി പീപ്പിൾ TVയോട് പ്രതികരിച്ചു. കോടതി വിധി ഒരു കോടതി താഴെ ഒരു കോടതി വിധിച്ചു എന്നോർത്തൊന്നും എനിക്കൊരു ബേജാറുമില്ല. ഇനിയും കോടതികളില്ലേ, നിയമമുണ്ട്. നിയമപരമായും രാഷ്ട്രീയമായും ഈ കേസിനെ മുമ്പ് മുതൽ ഞങ്ങൾ നേരിടുന്നതാണ്. ഇനിയും ഞങ്ങൾ നേരിടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദേശീയ സംസ്ഥാന പാതയോരത്തെ മദ്യ ഔട്ട്ലെറ്റുകൾ ബിവറേജസ് കോർപ്പറേഷൻ മാറ്റിസ്ഥാപിക്കും. പാതയോരങ്ങളിലെ മദ്യവിൽപ്പന ശാലകൾക്ക് സുപ്രീംകോടതി നിരോധനം ഏർപ്പെടുത്തിയ സാഹചര്യത്തിലാണ് നടപടി. ലതീഷ് വിശദാംശങ്ങൾ നൽകും. ലതീഷ്, വലിയൊരു വെല്ലുവിളി തന്നെ ആയിട്ട് ആണോ സർക്കാർ കാണുന്നത്? എങ്കിൽ കൂടിയും നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. ബദൽ മാർഗങ്ങൾ ഏത് രീതിയിലാണ് തുടങ്ങിക്കഴിഞ്ഞത്? പ്രജീഷ്, ദേശീയ സംസ്ഥാന പാതയോരങ്ങളിൽ പ്രവർത്തിക്കുന്ന മദ്യവിൽപ്പനശാലകൾക്ക് സുപ്രീം കോടതി നിരോധനം ഏർപ്പെടുത്തിയോടുകൂടിയാണ് ഇപ്പോൾ ബീവറേജസ് കോർപ്പറേഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ബീവറേജ് കോർപ്പറേഷന്റെ 270 മദ്യവിൽപ്പന കേന്ദ്രങ്ങളിൽ 110 എണ്ണം മാറ്റിസ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ ആദ്യപടിയായി പാലക്കാട് കൊടുവായൂരിലെ ഔട്ട്ലെറ്റ് കഴിഞ്ഞ ദിവസം എത്തന്നൂരിലേക്ക് മാറ്റിക്കഴിഞ്ഞു. മറ്റിടങ്ങളിൽ ആവശ്യമായ സ്ഥലം കണ്ടെത്താനാണ് ഉദ്യോഗസ്ഥർക്ക് ബീവറേജ് കോർപ്പറേഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രാദേശികമായി ഉയരുന്ന എതിർപ്പ് ഒഴിവാക്കി അനുയോജ്യമായി സ്ഥലം കണ്ടെത്താനുള്ള നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഒരു മാസത്തിനകം തന്നെ 110 ഔട്ട്ലെറ്റുകളും മാറ്റിസ്ഥാപിക്കാനാകുമെന്ന ഒരു കണക്കുകൂട്ടലാണ് വകുപ്പ് അധികൃതരുള്ളത്. ഇതിനോടൊപ്പം തന്നെ കൺസ്യൂമർ ഫെഡിന്റെ 36 ഔട്ട്ലെറ്റുകളിൽ പകുതിയിലേറെയും മാറ്റിസ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനുള്ള നടപടികളും വരും ദിവസങ്ങളിൽ ഉണ്ടാകും. 400ഓളം ബിയർ വൈൻ പാർലറുകളെയും 10 പഞ്ചനക്ഷത്ര ഹോട്ടലുകളെയും സുപ്രീം കോടതി വിധി ബാധിക്കുന്നുണ്ട്. ഇവർക്ക് ഇവ മാറ്റിസ്ഥാപിക്കുക എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ബിയർ വൈൻ പാർലറുകൾക്ക് പൂട്ടുവീഴാനുള്ള ഒരു സാധ്യതയും ഇതോടുകൂടി ഉരുത്തിരിയും. ദേശീയ സംസ്ഥാന പാതയോരത്ത് പ്രവർത്തിക്കുന്ന മദ്യവിൽപ്പന ശാലകൾക്ക് അടുത്ത മാർച്ച് 31-ന് ശേഷം ലൈസൻസ് പുതുക്കി നൽകരുതെന്ന നിർദ്ദേശമാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായുള്ള സുപ്രീം കോടതിയുടെ ബെഞ്ച് സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് സംസ്ഥാന എക്സൈസ് മന്ത്രിയും വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ബീവറേജ് കോർപ്പറേഷൻ ആദ്യഘട്ടത്തിൽ തന്നെ ഈ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. പ്രതീഷ്, ലതീഷാണ് വിവരങ്ങൾ നൽകിയത്. ഗൾഫ് നാടുകളിൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം ജോലി നഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസ പദ്ധതികൾ പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജോലി നഷ്ടപ്പെടുന്നവർക്ക് ബദൽ ജോലി കണ്ടെത്തുന്നതുവരെ 6 മാസത്തെ ശമ്പളം നൽകുമെന്നും പ്രവാസികൾക്ക് സർക്കാരിന്റെ നേതൃത്വത്തിൽ ജോബ് പോർട്ടൽ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുബായിൽ മലയാളി സമൂഹം ഒരുക്കിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗൾഫ് നാടുകളിൽ തൊഴിൽ നഷ്ടപ്പെടുന്നവർക്ക് ഒട്ടേറെ സഹായങ്ങൾ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ജോലി നഷ്ടപ്പെടുന്നവർക്ക് മറ്റൊരു ജോലി കിട്ടുന്നതുവരെ സാമ്പത്തിക സഹായം നൽകുമെന്നും പറഞ്ഞു. ബദൽ തൊഴിൽ കിട്ടുന്നതുവരെ, തൊഴിൽ നഷ്ടപ്പെട്ട് ബദൽ തൊഴിൽ കിട്ടുന്നതുവരെ താൽക്കാലിക സഹായം എന്ന നിലയിൽ 6 മാസത്തെ ശമ്പളം തൊഴിൽ നഷ്ട സുരക്ഷ എന്ന നിലക്ക് നൽകാൻ ശ്രമിക്കും. ജോലി കിട്ടും വരേക്കുള്ള അടിയന്തര സാമ്പത്തിക ആവശ്യങ്ങൾ നേരിടാനാണ് ഇത് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതര ആനുകൂല്യങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ ഗൾഫിൽ ജോലി ചെയ്ത ഓരോ വർഷത്തിനും ഓരോ മാസത്തെ ശമ്പളം എന്ന രീതിയിൽ നൽകാനാകുമോ എന്ന് പരിശ്രമിക്കും. ഗൾഫ് നാടുകളിൽ മരണപ്പെടുന്ന നിർധനരുടെ മൃതദേഹങ്ങൾ സർക്കാർ ചെലവിൽ നാട്ടിലെത്തിക്കും. ഉദ്യോഗാർത്ഥികളെ ചൂഷണം ചെയ്യുന്ന റിക്രൂട്ടിംഗ് ഏജൻസികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജയിലുകളിൽ കഴിയുന്ന മലയാളികൾക്ക് നിയമസഹായം നൽകാൻ അഭിഭാഷക പാനൽ രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി സ്വീകരണ യോഗത്തിൽ പറഞ്ഞു. ദുബായ് ആംഫി തിയേറ്ററിൽ നടന്ന സ്വീകരണ യോഗം UAE ഇന്ത്യൻ അംബാസഡർ നവദീപ് സിംഗ് സൂരി ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക, സാമൂഹിക, വാണിജ്യ മേഖലകളിലെ നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. ടി ജമാലുദ്ദീൻ, ദുബായ്.
ആവേശകരമായ സ്വീകരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് UAE-യിലെ മലയാളി സമൂഹം നൽകിയത്. ദുബായിലെ ആംഫി തിയേറ്ററിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. മുദ്രാവാക്യം വിളിച്ചാണ് ജനങ്ങൾ പിണറായി വിജയനെ സ്വീകരണ വേദിയിലേക്ക് ആനയിച്ചത്. പ്രവാസി മലയാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആഴത്തിൽ സംസാരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവാസികൾക്കായി നിരവധി ആശ്വാസ പദ്ധതികളും പ്രഖ്യാപിച്ചു. UAE-യിലെ മലയാളി സമൂഹത്തിന്റെ നേതൃത്വത്തിലാണ് ദുബായ് ആംഫി തിയേറ്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് സ്വീകരണമൊരുക്കിയത്. ആംഫി തിയേറ്ററിലേക്ക് പിണറായി വിജയൻ കടന്നു വന്നപ്പോൾ UAE-യിലെ വിവിധ എമിറേറ്റുകളിൽ നിന്നും മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും എത്തിയ ആയിരങ്ങൾ അഭിവാദ്യങ്ങളോടെ എതിരേറ്റു. പ്രവാസി മലയാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആഴത്തിൽ സംസാരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവാസികൾക്കായി നിരവധി ആശ്വാസ പദ്ധതികളും പ്രഖ്യാപിച്ചു. ഒട്ടേറെ വിഷമം അനുഭവിക്കുന്ന പ്രവാസി സഹോദരങ്ങളാണ് ഇവിടെയുള്ളത്. ഇത്തരം ആളുകളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ സഹോദരങ്ങൾ എന്ന നിലക്ക് നമ്മുടെ നാടിന്റെ ബാധ്യതയായി തന്നെയാണ് സർക്കാർ കാണുന്നത്. അതിനാവശ്യമായ നടപടി സർക്കാർ സ്വീകരിക്കുക തന്നെ ചെയ്യും. UAE-യിലെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ളവരുടെയും വാണിജ്യ പ്രമുഖരുടെയും സാന്നിധ്യം സ്വീകരണ യോഗത്തിലുണ്ടായിരുന്നു. ഗൾഫ് നാടുകളിൽ കഷ്ടത അനുഭവിക്കുന്ന പ്രവാസി മലയാളികളെ സഹായിക്കാൻ എല്ലാവരും ഒരുമയോടെ മുന്നോട്ട് വരണമെന്ന ആഹ്വാനത്തോടെയാണ് മുഖ്യമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചത്. പ്രവാസികൾക്ക് താങ്ങും തണലുമായി എന്നും കൂടെയുണ്ടെന്ന സന്ദേശവും മുഖ്യമന്ത്രി നൽകി. ദുബായിൽ നിന്ന് ടി ജമാലുദ്ദീൻ. 2021 സ്മാർട്ട് സിറ്റി പദ്ധതി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദുബായ് സർക്കാർ കേരളത്തിൽ ടൂറിസം, ആയുർവേദം എന്നീ മേഖലകളിൽ നിക്ഷേപം നടത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ പ്രവാസികാര്യ വകുപ്പ് നിർത്തലാക്കിയ സാഹചര്യത്തിൽ നോർക്കയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പ്രവാസികാര്യ മന്ത്രാലയം നിർത്തലാക്കിയത് വലിയ തിരിച്ചടി തന്നെയാണ്. അത് നമുക്ക് പ്രവാസികൾക്ക് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ നോർക്ക റൂൾസിന്റെ അടക്കം പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലീകരിക്കാൻ എങ്ങനെ സാധിക്കും? ഇവിടെയുള്ള സംസ്ഥാന ഗവൺമെന്റ് പല പരിമിതികളുണ്ട്. എന്നാൽ ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റും, അതും സംസ്ഥാന സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സാംസ്കാരിക നിലയവും ഫാമിലി സെന്ററും ആരംഭിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളും. സ്മാർട്ട് സിറ്റി പദ്ധതി 2021 പൂർത്തിയാക്കും. ദുബായ് സർക്കാർ ടൂറിസം, ആയുർവേദം എന്നീ മേഖലകളിൽ കേരളത്തിൽ നിക്ഷേപം നടത്തും. പ്രവാസി മലയാളികളുടെ യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു. പീപ്പിൾ TV ഗൾഫ് ബ്യൂറോ. പ്രവാസ ലോകത്തെ വാണിജ്യ വ്യവസായ രംഗത്തെ പ്രതിഭകൾക്കായി കൈരളി TV ഏർപ്പെടുത്തിയ അവാർഡുകൾ സമ്മാനിച്ചു. ദുബായിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാൻ മമ്മൂട്ടിയുടെ സാന്നിധ്യത്തിൽ അവാർഡുകൾ വിതരണം ചെയ്തത്. ദുബായ് സ്റ്റേഗൻബർഗർ ഹോട്ടലിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് കൈരളി TV NRI ബിസിനസ് ഓൺട്രപ്രണർ അവാർഡുകൾ സമ്മാനിച്ചത്. വാണിജ്യ വ്യവസായ രംഗത്തെ മികവിന് ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ MA അഷ്റഫിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗോൾഡൻ അച്ചീവ്മെന്റ് അവാർഡ് നൽകി. സ്പെഷ്യൽ അച്ചീവ്മെന്റ് അവാർഡിന് അർഹനായ യൂണിവേഴ്സൽ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഷബീർ നല്ലിക്കോടും മുഖ്യമന്ത്രിയിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങി. ജോയ് ആൽക്കാസ് ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോൺ പോൾ ആൽക്കാസ്, ഖത്തറിലെ ബഹസാദ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ JK മേനോൻ, ഫാത്തിമ ഗ്രൂപ്പ് CEO സമീർ സുലൈമാൻ എന്നിവരാണ് യങ് ഓൺട്രപ്രണർ അവാർഡുകൾ നേടിയത്. ബിസിനസ് എക്സലൻസ് അവാർഡുകൾക്ക് അർഹരായ സൗദിയിലെ വേൾഡ് സ്ക്വയർ ഫുഡ്സ് ആൻഡ് ബീവറേജസിന്റെ സാരഥികൾ മുബീർ ഖാലിദ്, ഷഹീർ മക്സൂദ്, ദോഹ സിറ്റി എക്സ്ചേഞ്ച് CEO ഷറഫ് പി ഹമീദ്, ദോഹ SVP ചാർട്ടേഡ് അക്കൗണ്ട്സ് മാനേജിംഗ് പാർട്ണർ ഷജീവ് അലിയാഖത്ത്, UAE അൽനാസർ ഗ്രൂപ്പ് CEO വർഗീസ് പനക്കൽ എന്നിവരും അവാർഡുകൾ ഏറ്റുവാങ്ങി. മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാൻ മമ്മൂട്ടി അവാർഡ് ദാന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മലയാളം കമ്മ്യൂണിക്കേഷൻസ് മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് ആമുഖ പ്രഭാഷണം നടത്തി. അവാർഡ് ജൂറി ചെയർമാൻ ഡോക്ടർ രവി പിള്ള, അംഗങ്ങളായ സുധീർ കുമാർ ഷെട്ടി, ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി നളിനി നെറ്റോ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ VK അഷ്റഫ്, കൈരളി TV മിഡിൽ ഈസ്റ്റ് ന്യൂസ് ആൻഡ് പ്രോഗ്രാംസ് ഡയറക്ടർ EM അഷ്റഫ്, മിഡിൽ ഈസ്റ്റ് മാർക്കറ്റിംഗ് ജനറൽ മാനേജർ S രമേശ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ദുബായ്.